ഹായ് ഓൾ, ടെസ്ല അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മളിന്ന് നോക്കുന്നത് കേരള ബാങ്കിനെ കുറിച്ച് ഇമ്പോർട്ടൻറ്റ് സ്കീമുകളാണ്. കേരള ബാങ്കിന് ഒരുപാട് സ്കീമുണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകൾ, അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന, എന്താണ് അവരുടെ പർപ്പസ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. കിസാൻ മിത്ര, പ്രവാസി കിരൺ, പ്രവാസി ഭദ്രത, KB സുവേഗ, KB ക്ഷീരമിത്ര, സഹകരണ മിത്ര, വിദ്യാനിധി, KB സുവിധ പ്ലസ്, KB സാഫ്, ഇതൊക്കെ എന്താണ് കേരള ബാങ്കിന്റെ ഡിഫറെന്റ് സ്കീമുകളാണ്. KB എന്ന് പറയുന്ന എല്ലാം കേരള ബാങ്കിന്റെ സ്കീമുകളായിരിക്കും. അതിൽ ഒന്നാമത്തെയാണ് കിസാൻ മിത്ര. കിസാൻ, ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടായിരിക്കും. അഗ്രികൾച്ചർ റിലേറ്റഡ് പർപ്പസിന് ലോൺ കൊടുക്കുന്ന ഒരു സ്കീമാണ് ഇത് കിസാൻ മിത്ര എന്ന് പറയുന്നത്. കിസാൻ മിത്ര ഈസ് ദ scheme provided by Kerala Bank for agriculture related purposes. The main purpose of this scheme is to ensure financial security of the farmers by avoiding delays in access to credit. For that, Kisan Mitra is a short-term overdraft loan for agriculture and allied sector. അതുകൊണ്ട് നമുക്ക് കിസാൻ മിത്രനെ എന്തെന്ന് വിളിക്കാം? അതൊരു ഷോർട്ട് ടേം ഓവർഡ്രാഫ്റ്റ് ആണ്. അഗ്രികൾച്ചറൽ അലൈഡ് സെക്ടേഴ്സിനൊക്കെ ലോൺ കൊടുക്കുന്ന ഒരു ഷോർട്ട് ടേം ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആണ് ഇത് കിസാൻ മിത്ര എന്ന് പറയുന്നത്. അതായത് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഫാമേഴ്സിന്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക, അവർക്ക് ഈ ക്രെഡിറ്റ് കിട്ടുന്നത് ഡിലേ ഒഴിവാക്കുക എന്നൊക്കെ തന്നെയാണ് ഈ കിസാൻ മിത്രയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അപ് ടു 60 ലാക്ക് വരെ ലോൺ എവിടെ നിന്ന് കിട്ടും? കിസാൻ മിത്രയിൽ നിന്ന് അപ് ടു 60 ലാക്ക് വരെ ലോൺ എമൗണ്ട് ആയിട്ട് കിട്ടും. പിന്നെ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും പ്രസന്റ് ആയിട്ടുള്ളത് 7% ആണ്. ഫാമേഴ്സിന് 7% ഇൻട്രസ്റ്റ് റേറ്റിലാണ് കിസാൻ മിത്രയിൽ ലോൺ കിട്ടുക. അതിന്റെ റീപേയ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് മാക്സിമം 5 years ആണ്. അത് ഓരോ കൊല്ലം മാനുവലി അത് റിന്യൂവബിൾ ആണ്. എന്നാലും മാക്സിമം റീപേയ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് 5 years ആണ്. അതാണ് കിസാൻ മിത്ര സ്കീം. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രവാസി കിരൺ, പ്രവാസി ഭദ്രത. അപ്പൊ ഒരിക്കൽ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രവാസി കിരൺ ആരുടെ സ്കീമാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കേരള ബാങ്കിന്റെ സ്കീമാണ്. അതും ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം. പ്രവാസി കിരൺ, പ്രവാസി ഭദ്രത, പ്രവാസികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കേരള ബാങ്ക് കൊടുക്കുന്നത്. കോവിഡ് സമയത്തൊക്കെ ഒരുപാട് പേര് ജോബ് പോയല്ലോ, അവർക്ക് വേണ്ടിയിട്ട് സ്മോൾ എന്റർപ്രൈസസും സ്മോൾ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ബാങ്ക് കൊടുക്കുന്ന ലോൺ സ്കീമുകളാണ് പ്രവാസി കിരണും പ്രവാസി ഭദ്രതയും. അടുത്തത് KB സുവേഗ. KB സുവേഗ അതെന്താണ്? കേരള ബാങ്ക് കൊടുക്കുന്ന വെഹിക്കിൾ ലോണിന്റെ പേരാണ് സുവേഗ. KB സുവേഗ എന്ന് പറയുന്നത് കേരള ബാങ്ക് കൊടുക്കുന്ന ഒരു വെഹിക്കിൾ ലോണാണ്. The loans under this scheme will be extended for purchase of new or used light motor vehicles. അത് 4-wheelers പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് പർപ്പസിന് വേണ്ടിയിട്ട്, ഒരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ്ഡ് ആയാലും ന്യൂ ആയാലും 4-wheelers പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ബാങ്ക് കൊടുക്കുന്ന ഒരു സ്കീമാണ് KB സുവേഗ എന്ന് പറയുന്നത്. 10 lakh വരെ എമൗണ്ട് ഇതിൽ കവർ കിട്ടും. ഇൻട്രസ്റ്റ് ഒക്കെ 9.4 ആ റേറ്റിലൊക്കെ ഇൻട്രസ്റ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും ആ റേറ്റിലൊക്കെയാണ് റീപേയ്മെന്റ് ചെയ്യേണ്ടത്. അപ്പൊ KB സുവേഗ എന്ന് പറയുന്നത് കേരള ബാങ്ക് കൊടുക്കുന്ന ഒരു വെഹിക്കിൾ ലോണാണ്. അടുത്തത് KB ക്ഷീരമിത്ര. ക്ഷീരമിത്ര കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്. അതൊരു KCC ലോൺ സ്കീമാണ്. ഒരു മീഡിയം ടേം ലോണാണ് KB ക്ഷീരമിത്ര എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഓഫ് ഫാമേഴ്സ്, പർച്ചേസ് ഓഫ് കൗ, കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റേബിൾസ്, പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്സ് ടു അണ്ടർടേക്ക് നെസസറി ആക്ടിവിറ്റീസ് ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ. അതായത് ക്ഷീര കർഷകരുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ലോണാണ് KB ക്ഷീരമിത്ര എന്ന് പറയുന്നത്. ഡയറി ഫാമിന്റെ ഒക്കെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ലോൺ ലിമിറ്റ് എന്ന് പറയുന്നത് 2 lakh വരെയാണ് ഇതിൽ എമൗണ്ട് ലോൺ ആയിട്ട് കിട്ടുക. 2 lakh വരെയുള്ള എമൗണ്ട് ആണ്. അതിന്റെ റീപേയ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് 3 to 5 years ആണ് ക്ഷീരമിത്രയുടെ റീപേയ്മെന്റ് പീരീഡ് വരുന്നത്. 21 മുതൽ 40 വയസ്സ് ഏജ് ലിമിറ്റ് ഉള്ള ആർക്ക് വേണമെങ്കിലും എന്ത് കിട്ടും? ഈ ഒരു ലോൺ കിട്ടും. അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് 9% ആണ്. പക്ഷെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ KB ക്ഷീരമിത്ര കേരള ബാങ്ക് കൊടുക്കുന്ന ഒരു ലോണാണ്. അടുത്തത് സഹകരണ മിത്ര. സഹകരണ മിത്ര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടേം ലോൺ ടു ദ എംപ്ലോയീസ് ഓഫ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അതായത് പാറ്റ്സിന്റെ എംപ്ലോയീസിന്
അവരുടെ ഫോർ മീറ്റിംഗ് എനി ലെജിറ്റിമേറ്റ് പർപ്പസ് ഓഫ് ദ ബോറോവർ. അപ്പോൾ സഹകരണ മിത്ര എന്ന് പറയുന്നത് സഹകരണ മിത്ര ലോൺ പ്രൊവൈഡഡ് ബൈ കേരള ബാങ്ക്, and it is the term loan to the employees of banks for meeting any legitimate purpose of the borrower. ബോറോവറിന്റെ ലെജിറ്റിമേറ്റ് പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ലോണാണ്, ഒരു ടേം ലോണാണ് സഹകരണ മിത്ര എന്ന് പറയുന്നത്. അതിന്റെ മാക്സിമം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത്, ലോൺ ലിമിറ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ ഗ്യാരണ്ടി വെച്ചാൽ മാക്സിമം 5 lakh വരെ നമുക്ക് സഹകരണ മിത്ര ലോണിൽ നിന്ന് എമൗണ്ട് കിട്ടും. പിന്നെ മാക്സിമം 120 months അതിന്റെ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റുമാണ് റീപേയ്മെന്റ് പീരീഡ് ആയിട്ട് സഹകരണ മിത്രയിൽ വരുന്നത്. അടുത്ത സ്കീമാണ് വിദ്യാനിധി. വിദ്യാനിധി ആ ഒരു പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് വിദ്യാനിധി എന്ന് പറഞ്ഞാൽ. സ്റ്റുഡൻസിന് ലോൺ കൊടുക്കുന്ന ഒരു സ്കീമാണ് വിദ്യാനിധി എന്ന് പറയുന്നത്. ഈ വിദ്യാനിധി ഇൻവെസ്റ്റ്മെന്റ് സ്കീം അനൗൺസ്ഡ് ബൈ കേരള ബാങ്ക് ഫോർ ചിൽഡ്രൻ സ്റ്റഡിയിങ് ഇൻ ക്ലാസ്സസ് 7 to 12, 7 മുതൽ 12 ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേരള ബാങ്ക് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അപ്പോൾ മാക്സിമം കുട്ടികൾക്ക് തന്നെ ഒരു കേരള ബാങ്കിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരള ബാങ്ക് കൊണ്ടുവന്നതാണ് ഈ വിദ്യാനിധി സ്കീം എന്ന് പറയുന്നത്. ഇതിൽ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 12 and 16 ക്യാൻ ഓപ്പൺ ആൻഡ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട്. 12 മുതൽ 16 വയസ്സുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ഈ ഒരു സ്കീമിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. അതിൽ അവർക്ക് ബാക്കി ഫ്രീ TGS, നെഫ്റ്റ്, IMPS സർവീസസ് ഒക്കെ കിട്ടും. ഫ്രീ ATM കാർഡ് ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ വേജസ് സ്കോളർഷിപ്പ് പ്രോഗ്രാംസും ഉണ്ട്. അപ്പൊ ഈ ഒരു സ്കീമാണ് വിദ്യാനിധി. ഫോർ ദ സ്കീം ഈസ് ഫോർ ചിൽഡ്രൻ സ്റ്റഡിയിങ് ഇൻ ക്ലാസ്സസ് 7 to 12. ഇറ്റ് വിൽ എൻകറേജ് സേവിംഗ് ഹാബിറ്റ്സ് ഓഫ് എമംഗ് ചിൽഡ്രൻ ആൻഡ് ഓൾസോ ഫിനാൻസ് ദെയർ എഡ്യൂക്കേഷൻ നീഡ്സ്. അപ്പോൾ കുട്ടികളിൽ നിന്ന് സേവിംഗ് ഹാബിറ്റ് എൻകറേജ് ചെയ്യാനും അവരുടെ ഫിനാൻഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ബാങ്ക് കൊണ്ടുവന്ന സ്കീമാണ് വിദ്യാനിധി എന്ന് പറയുന്നത്. അടുത്തത് KB സുവിധ പ്ലസ്. KB സുവിധ പ്ലസ് എന്ന് പറയുന്നത് ഒരു MSME ലോൺ ആണ്. അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു മീറ്റ് നീഡ് ബേസ്ഡ് ടേം ലോൺ ഓർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ബിസിനസ് യൂണിറ്റ് ആൻഡ് പർച്ചേസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻക്ലൂഡിംഗ് 2-wheelers. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, ബിസിനസ് യൂണിറ്റ്സിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു MSME ലോണാണ് KB സുവിധ പ്ലസ് എന്ന് പറയുന്നത്. ഇതിന്റെ ലോൺ ലിമിറ്റ് വരുന്നത് മാക്സിമം 5 lakh വരെയാണ് ഇതിന് ലോൺ ആയിട്ട് കിട്ടുക. അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു 9.5% ആ റേറ്റിലാണ് KB സുവിധ പ്ലസിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. അടുത്താണ് KB SAF. SAF എന്താണ് അതിന്റെ ഫുൾ ഫോം? SAF എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ. സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൻ ആണ് SAF. KB SAF. അതായത് അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അപ്പോ ഫിഷർ വുമണിന് അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു സ്കീമാണ്. ലോൺസ് ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അണ്ടർ SAF. അതായത് ഫിഷർ വുമന്റെ അസിസ്റ്റൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സൊസൈറ്റീസ്, അവർക്ക് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആയിട്ട് ലോൺ കൊടുക്കുന്ന ഒരു സ്കീമാണ് SAF എന്ന് പറയുന്നത്. KB SAF. അതിൽ മാക്സിമം കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അപ് ടു 2 lakh വരെയാണ്. ഇതിന്റെ റീപേയ്മെന്റ് പീരീഡ് വരുന്നത് 3 years ആണ്. അപ്പൊ KB SAF എന്ന് പറയുന്നത് കേരള ബാങ്കിന്റെ ഒരു സ്കീമാണ്. അടുത്തത് മുറ്റത്തെ മുല്ല. മുറ്റത്തെ മുല്ല എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. അതെന്ന് പറയുന്നത് വുമണിന് വേണ്ടിയിട്ട് ഒരു 1000 rupees മുതൽ 25,000 വരെ വുമണിന് കുടുംബശ്രീ ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ലോൺ കൊടുക്കുന്ന ഒരു സ്കീമാണ് ഇത് മുറ്റത്തെ മുല്ല എന്ന് പറയുന്നത്. അതുപോലെ കേരള ബാങ്കിന്റെ മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, അതിന്റെ പേരെന്താണ്? കേരള ബാങ്കിന്റെ മൊബൈൽ ആപ്പിന്റെ പേരാണ് KB പ്രൈം. KB പ്രൈം എന്ന് പറയുന്നത് കേരള ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ്. അപ്പൊ ഇതൊക്കെയാണ്, ഇതിൽ കൂടുതൽ സ്കീമുകൾ കേരള ബാങ്കിനുണ്ട്. എന്നാലും ഇതൊക്കെയാണ് കേരള ബാങ്കിന്റെ ഇമ്പോർട്ടൻറ്റ് സ്കീം. അറ്റ്ലീസ്റ്റ് ആ ഒരു സ്കീമുകളുടെ ഒക്കെ പേരെങ്കിലും പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ എക്സാം ഡേറ്റ് ഒക്കെ ഡിക്ലെയർ ചെയ്തു. സെപ്റ്റംബറിൽ നമ്മുടെ അടുത്ത ജൂനിയർ ക്ലർക്ക് എക്സാം ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് സ്മാർട്ട് വർക്കായി പഠിച്ചുകൊണ്ടിരിക്കുക. എക്സാം വരട്ടെ എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. എക്സാമിന്റെ പാറ്റേൺ ഒന്നും മാറിയിട്ടില്ല, കുറച്ച് ഡീപ്പായി പഠിക്കണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ പുതിയ കോഴ്സ് നമ്മുടെ ടെസ്ല അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്.
ജൂലൈ 1 തൊട്ടിട്ട് ജൂനിയർ ക്ലർക്കിൻ്റെ ഒരു റെഗുലർ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ആയവർക്കും അത്യാവശ്യം പഠിച്ചെത്തിയവർക്കും അതുപോലെ 55-56 മാർക്ക് മേടിച്ചിട്ട് കട്ട് ഓഫ് കടക്കാൻ പറ്റാത്തവർക്കും അങ്ങനെ എല്ലാവർക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു 3 month റെഗുലർ കോഴ്സാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.